ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. ജില്ലാ TB സെന്ററിന്റെയും പുനലൂർ TB യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അച്ചൻകോവിൽ PHC ഗിരിജൻ കമ്മ്യൂണിറ്റി ഹാളിൽ ട്രൈബൽ സംയോജിത ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗനിർണയവും HIV പരിശോധനയും കൗൺസിലിംഗും നടത്തി. 60 പട്ടികവർഗ കുടുംബങ്ങൾക്കും TB രോഗികൾക്കും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. 120 പേർ പങ്കെടുത്തു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയ ജില്ലാതല ഹിയറിംഗിൽ 31 കേസുകൾ പരിഗണിച്ചു. കരുനാഗപ്പള്ളി പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ വ്യക്തിയെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ കമ്മീഷൻ താക്കീത് ചെയ്തു. ഉത്സവവുമായി ബന്ധപ്പെട്ട് KSEB പോസ്റ്റുകളിൽ ഉച്ചഭാഷിണി സ്ഥാപിച്ചതും അനുമതിയില്ലാതെ ജനറേറ്ററും ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ചതിനുമെതിരെ സമർപ്പിച്ച അപേക്ഷയിൽ വിവരം ലഭ്യമാക്കാതിരുന്ന പെരുമ്പുഴ സെക്ഷൻ ഓഫീസിലെ SPIO മുഴുവൻ വിവരങ്ങളും 10 ദിവസത്തിനകം ലഭ്യമാക്കണമെന്ന് നിർദ്ദേശിച്ചു. കർക്കടക വാവ് ബലി തർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേംബറിൽ ചേർന്ന യോഗം വിലയിരുത്തി. താലൂക്ക് തലത്തിൽ തഹസിൽദാർമാരുടെ നേതൃത്വത്തിലും തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശനം എന്നിവിടങ്ങളിലെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സബ് കളക്ടറുടെ നേതൃത്വത്തിലും പ്രത്യേക യോഗം ചേരാൻ തീരുമാനിച്ചു. സുരക്ഷാ ക്രമീകരണ ചുമതല സിറ്റി റൂറൽ പോലീസ് മേധാവിമാർക്കാണ്. ലൈഫ് ഗാർഡുകൾ, സ്കൂബ മുങ്ങൽ വിദഗ്ധർ എന്നിവരുടെ സേവനം ഫയർഫോഴ്സ്, ടൂറിസം വകുപ്പുകൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. തീരദേശ റോഡിലെ അറ്റകുറ്റപ്പണികൾ തീർക്കാനും നിർദ്ദേശം നൽകി. ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് മുച്ചക്ര വാഹനങ്ങൾ നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി പ്രകാരം 57 മുച്ചക്ര വാഹനങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് പദ്ധതിക്കായി 60 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. 40% കൂടുതൽ ചലനവൈകല്യമുള്ള BPL വിഭാഗത്തിലുള്ളവരാണ് ഗുണഭോക്താക്കൾ. സംസ്ഥാന മത്സ്യകർഷക അവാർഡ് വിതരണം കൊട്ടാരക്കരയിൽ നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചെമ്മീൻ കൃഷി, ഓർജല മത്സ്യകൃഷി, അലങ്കാര മത്സ്യകൃഷി എന്നിങ്ങനെ വിവിധ സമ്പ്രദായങ്ങളിൽ മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്തവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, മികച്ച കർഷകരുടെ കൃഷി അറിവുകൾ പങ്കുവയ്ക്കൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 11 നടത്തിയ ഏകദിന കടലോര പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പയിനിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി കടൽത്തീരം ശുചിത്വമുള്ളതും മനോഹരവുമാക്കിയ കോഴിക്കോട് ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 50,000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മന്ത്രി KN ബാലഗോപാൽ സമ്മാനിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ 9 തീരദേശ ജില്ലകളിലെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 വീതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മന്ത്രി KN ബാലഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതിയുടെ ഭാഗമായി 44,52,982 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള 21 സ്കൂളുകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭ്യമായി. 126 ലാപ്ടോപ്പുകളാണ് പദ്ധതി മുഖേന വിതരണം ചെയ്തത്. അന്തർദേശീയ ചക്ക ദിനത്തിൽ മൂല്യവർദ്ധിത ചക്ക ഉത്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള കളക്ടറേറ്റിൽ സംഘടിപ്പിച്ചു. ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിന്റെ ED ക്ലബ്ബ്, സ്റ്റാർട്ടപ്പ് മിഷന്റെ IEDC, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ADM G നിർമ്മൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചക്ക ഹൽവ, പായസം, ബജി, തെരളി, വട, പുഴുക്ക്, ചക്ക ചിപ്സ്, പച്ചച്ചക്ക തുടങ്ങി വൈവിധ്യമാർന്ന ചക്ക ഉത്പന്നങ്ങൾ വിപണനത്തിനുണ്ടായിരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.